കുട്ടമ്പുഴ പഞ്ചായത്തിലെ കൂറ്റമ്പാറയിൽ 50ഓളം കുടുംബങ്ങൾ ജലദൗർലഭ്യം മൂലം കടുത്ത ദുരിതത്തിൽ. ഒരു മാസമായി ഒരു തുള്ളി വെള്ളം പോലും ഇവിടേക്ക് എത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ പൊട്ടിപ്പോകുന്നതാണ് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായ കൂറ്റമ്പാറയിൽ ജലമെത്താത്തതിന് കാരണം. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായ കൂറ്റമ്പാറയിൽ ജലസേചന വകുപ്പിന്റെ ജലവിതരണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം വെറും നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ്. കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പുകൾക്ക് ഗുണനിലവാരമില്ലാത്തതിനാൽ പലയിടത്തും പൈപ്പുകൾ പൊട്ടിപ്പോകുന്നതിനാലാണ് ഉയർന്ന ഭാഗത്തേക്ക് ജലമെത്താത്തത്. ടാങ്കിന്റെ മുഴുവൻ സംഭരണശേഷിയിൽ വെള്ളം നിറച്ചാൽ ഒഴുക്കിന്റെ ശക്തി താങ്ങാനാവാതെ പൈപ്പുകൾ പൊട്ടും. അതിനാൽ ജലം സംഭരിക്കാതെ തന്നെ വിതരണം ചെയ്യുകയാണ് വാട്ടർ അതോറിറ്റി നിലവിൽ ചെയ്യുന്നത്. 1 കിലോമീറ്ററോളം ദൂരം താഴേക്ക് സഞ്ചരിച്ചാണ് നാട്ടുകാർ കുടിവെള്ളം സംഭരിക്കുന്നത്. പ്രായമായവരും രോഗികളുമായവർക്ക് ദൂരസ്ഥലങ്ങളിൽ പോയി വെള്ളം കൊണ്ടുവരാൻ കഴിയില്ല. കുളിക്കാനും തുണി അലക്കുന്നതിനുമായി ഓട്ടോ വിളിച്ച് കുട്ടമ്പുഴ ആറിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ഇപ്പോൾ ഒരു മാസമാവാറായി വെള്ളമില്ലാതെയായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എയിനെ വിളിച്ചു, ഓഫീസിലോട്ട് വിളിച്ചു, എന്നിട്ടൊന്നും ഞങ്ങൾക്ക് വെള്ളം വന്നില്ല. ഞാനിവിടെ ഇലക്ഷൻ്റെ സമയത്ത് ഇവിടെ 8:30 വെള്ളം കയറി വന്നതാണ്. അന്നേരം നമ്മുടെ ഇവിടെ പുഴയിലാണെങ്കിലും വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് 8:30 ഇവിടെ വെള്ളം കയറി. ഞങ്ങൾക്ക് മഹാ അത്ഭുതം തോന്നി അന്നേരം ആ സമയത്ത് വെള്ളം കയറി വന്നപ്പോൾ. ഇപ്പോൾ ആണെങ്കിൽ വെള്ളമില്ല, ഒന്നുമില്ല. ഇപ്പോൾ വേണ്ട വെള്ളമാണ് പുഴയിൽ. 2009 9 കോടി രൂപ മുടക്കിയാണ് കുട്ടമ്പുഴയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രകാരം ജലവിതരണ കുഴലുകൾ സ്ഥാപിച്ചത്. ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകളിട്ടാണ് പണികൾ നടത്തിയിരുന്നത്. അടിയന്തരമായി പുതിയ ഗുണനിലവാരമുള്ള പൈപ്പുകൾ സ്ഥാപിച്ചും ടാങ്കിൽ ജലം സംഭരിക്കാൻ സംവിധാനമുണ്ടാക്കിയും തങ്ങളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് കൂറ്റമ്പാറ നിവാസികൾ ആവശ്യപ്പെടുന്നത്. 5 വർഷമായിട്ട് ഞാൻ ഇതിനകത്ത് വാടകയ്ക്ക് കിടക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് വെള്ളമില്ലാതെ കഴിഞ്ഞ കൊല്ലം എല്ലാം പരാതിപ്പെട്ട് ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി അങ്ങനെ വെള്ളം പിന്നെ തന്നു. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ വെള്ളം ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവർ പറഞ്ഞ വെള്ളം കയറുന്നില്ല. ഞങ്ങൾ ഫുള്ളായിട്ട് വിട്ട് കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടും, പഴയ തുരുമ്പെടുത്താൽ ഇത് തന്നെയാണ് പറയുന്നത്.